റഷ്യയുടെ ചാരക്കപ്പൽ പടയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി യുക്രൈൻ അറിയിച്ചു. യുക്രൈൻ അതിർത്തിയിൽ നിന്ന് 2000 കിലോമീറ്റർ അകലെ ലിബിയയുടെ തീരത്തിന് സമീപത്ത് വെച്ചായിരുന്നു ഡ്രോൺ ആക്രമണം. പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിലും റഷ്യയുടെ പ്രധാന വരുമാന സ്രോതസ്സായ എണ്ണ കയറ്റുമതി ചെയ്യാൻ ഷാഡോ ടാങ്കറുകൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് യുക്രൈൻ അറിയിച്ചു. റഷ്യയുടെ വരുമാന സ്രോതസ് തടയുകയായിരുന്നു ലക്ഷ്യം. ഷാഡോ ഫ്ലീറ്റ് ടാങ്കറുകൾക്ക് നേരെയുള്ള യുക്രൈനിയൻ ആക്രമണങ്ങൾക്ക് റഷ്യ മറുപടി നൽകുമെന്ന് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. 4 വർഷം മുൻപ് റഷ്യ യുക്രൈൻ അധിനിവേശം പൂർണ്ണ തോതിൽ ആരംഭിച്ചതിന് പിന്നാലെ മെഡിറ്ററേനിയൻ കടലിൽ നടന്ന ആദ്യ ആക്രമണമായാണ് ആക്രമണത്തെ വിലയിരുത്തുന്നത്. ആക്രമണം ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തിയതായാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റഷ്യൻ അധിനിവേശം തടയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നേരത്തെ കരിങ്കടലിൽ റഷ്യൻ ചാരക്കപ്പൽ വ്യൂഹത്തിന് നേരെ ഡ്രോൺ ആക്രമണം നടന്നിരുന്നു. റഷ്യയുടെ ഓയിൽ ടാങ്കർ കപ്പലുകളായ വിരാട്, കൊറോസ് എന്നീ കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. തുർക്കിക്ക് സമീപത്തെ ബോസ്ഫറസ് കടലിടുക്കിൽ വെച്ചാണ് റഷ്യൻ ടാങ്കർ കപ്പൽ ഡ്രോൺ ആക്രമണത്തിന് ഇരയായത്. തുർക്കിയുടെ തീരത്തിന് 28 മൈൽ അകലെയാണ് ഓയിൽ ടാങ്കർ ഡ്രോൺ ആക്രമണത്തിൽ തകർന്നത്.